മറ്റൊരു വാർത്തയിലേക്ക്. ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിന്റെ വീടുകളിൽ CBI റെയ്ഡ്. ഭിലായിലെയും റായ്പൂരിലെയും വീടുകളിലാണ് റെയ്ഡ് നടക്കുന്നതായി ഭൂപേഷ് ബാഗലും എക്സ്പോസ്റ്റിൽ സ്ഥിരീകരിച്ചു. ഭൂപേഷ് ബാഗലുമായി അടുപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെയും നേതാക്കളുടെയും വീടുകളിലും പരിശോധന നടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. മദ്യ അഴിമതി കേസിൽ നേരത്തെ EDയും ഭൂപേഷ് ബാഗലിന്റെ വീട് റെയ്ഡ് ചെയ്തിരുന്നു. 2019 മുതൽ 2022 വരെയുള്ള കാലയളവിൽ മദ്യ മാഫിയയ്ക്ക് കമ്മീഷൻ ഇനത്തിൽ ഉൾപ്പെടെ അനധികൃത വരുമാനം നേടിക്കൊടുക്കാൻ വഴിയൊരുക്കി എന്ന ആരോപണത്തിലായിരുന്നു ED പരിശോധന. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വിശദാംശങ്ങൾ. ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിന്റെ വീടുകളിലും ഓഫീസുകളിലുമാണ് ഇപ്പോൾ CBI സംഘം ഇന്ന് പുലർച്ചെ മുതൽ പരിശോധന നടത്തുന്നത്. റായ്പൂരിലെയും ഭിലാലിലെയും ഭൂപേഷ് ബാഗലിന്റെ വസതികളിൽ, ഒപ്പം ഭൂപേഷ് ബാഗലുമായി ബന്ധപ്പെട്ട അടുത്തു നിൽക്കുന്ന ആളുകളുടെയും വീടുകളിലും ഇത്തരത്തിൽ പരിശോധന നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. റെയ്ഡിന്റെ വിശദാംശങ്ങൾ CBI ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിട്ടില്ല. നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദമായ പരിശോധന ഭൂപേഷ് ബാഗലിന്റെ വസതികളിൽ നടത്തിയിരുന്നു. അന്വേഷണ ഏജൻസി ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് 30 ലക്ഷം രൂപ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നേരത്തെ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടിയിൽ പിടിച്ചെടുത്തിരുന്നു എന്നുള്ളതാണ്. നിലവിൽ ഭൂപേഷ് ബാഗലുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നത് ഒന്ന് മദ്യ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഭൂപേഷ് ബാഗൽ മുഖ്യമന്ത്രിയായിരിക്കെ സംസ്ഥാനത്ത് മദ്യ ലോബിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഇടപാടുകളിലൂടെയും ഭൂപേഷ് ബാഗലിനും കോൺഗ്രസ് നേതാക്കൾക്കും കോടിക്കണക്കിന് രൂപ നിലവിൽ അന്വേഷണ ഏജൻസി വ്യക്തമാക്കിയിട്ടുള്ളത് 2100 കോടിയിലധികം രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സർക്കാരിന് വൻ തുക ഖജനാവിൽ നഷ്ടം സംഭവിച്ചു എന്നുള്ളതും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നിലവിൽ CBI സംഘം ഭൂപേഷ് ബാഗലിന്റെ വസതികളിൽ റെയ്ഡ് നടത്തി വരികയാണ്. ഇക്കാര്യം ഭൂപേഷ് ബാഗൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഈ റെയ്ഡിന് ശേഷം CBI റെയ്ഡിന്റെ വിശദാംശങ്ങൾ അറിയിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.